അല്പമേ വേണ്ടൂ, അല്ല ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് ആരും അവരോട് അവഹരിക്കുകയില്ല എന്നതിൽ ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇതിന്റെ തുടർ വിചിന്തനത്തിനായിട്ട് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ഓർപ്പിക്കുന്നത് പോലെ ഇതിലുള്ള ഭാഷ ഭംഗി, അതുപോലെ അതിന്റെ ഘടന, സാങ്കേതികമായ കുറെ ജ്ഞാനം, അറിവ്, ഇതൊക്കെ നേടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ശ്രമിക്കുന്നതും ഞാൻ ശീലിക്കുന്നതും ഞാൻ പാലിക്കുന്നതുമായ പഠന രീതി എന്ന് പറയുന്നത് ഇതിലുള്ള ആത്മീക പാഠങ്ങൾ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള ആത്മീക പാഠങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള ഒരൊറ്റ ലേഖനമാണെങ്കിലും അതിലുണ്ട്. അത് പെറുക്കിയെടുക്കുക, അത് ക്രമമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ഈ പഠനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞത് എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. എഴുത്തുകാരന്റെ ചില പ്രത്യേകതകളിൽ തന്നെ നമുക്ക് ഒരുപാട് ആത്മീക പാഠങ്ങൾ ഈ മരുയാത്രയിൽ നമുക്ക് സൂക്ഷിക്കുവാനായും ശ്രദ്ധിക്കുവാനായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത് നമ്മൾ എഴുതിയത് ആർക്ക് എന്നുള്ളതും നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നതാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തിനെഴുതി എന്നുള്ളത് 3-ാം വാക്യത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അത് അതിന്റെ ഉദ്ദേശ്യം എന്ന് നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചു. എന്നെഴുതി എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. കൃത്യമായിട്ട് ഈ എഴുത്തുകൾ എഴുതുമ്പോൾ അവിടെ ഡേറ്റുകളൊന്നും ആ പഴയ എഴുത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും പത്രോസിന്റെ 2-ാം ലേഖനം എഴുതിയതിന് ശേഷമാണ് ഇത് എഴുതിയത് എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. കാരണം പത്രോസിന്റെ ലേഖനത്തിൽ വരാൻ പോകുന്ന ദുരുപദേഷ്ടക്കന്മാരുടെ അപകടത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ യൂത അത് വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പരാമർശിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഉള്ള കാലഗണന അനുസരിച്ച് വേദപണ്ഡിതർ പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ എന്നെഴുതി എന്നുള്ളതും എവിടെ വെച്ച് എഴുതി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. തിരുവഴുത്തിൽ നേരിട്ടുള്ള പ്രത്യക്ഷമായ തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. മാത്രമല്ല എഴുത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച നോക്കി. റിഫ്ലെക്സ് അതിന്റെ പ്രത്യേകതയാണ്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അലങ്കാര പ്രയോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുപോലെ പഴയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചതാണ്. ഒടുവിലായിട്ട് എഴുത്തിന്റെ പ്രത്യേകതകൾ കഴിഞ്ഞ എഴുത്തിലെ വിഷയ പ്രധാന വാക്യം പറഞ്ഞു, അതുപോലെ എഴുത്തിലെ പ്രധാന പ്രമേയം പറഞ്ഞു. തുടർന്ന് എഴുത്തിലെ വിഷയ വിഭജനം പറഞ്ഞ് ആണ് നമ്മൾ അവസാനിക്കാനിടയായിട്ട് തീർന്നത്. പ്രധാനമായിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാമെന്ന് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇങ്ങനെ 5 ആയിട്ട് നമുക്ക് ഇത് തിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ആദ്യം ഒരു വന്ദനമാണ്, ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ടാമതായിട്ട് ഒരു മുന്നറിയിപ്പാണ്, ദുരുപദേഷ്ടന്മാരെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പാണ്. ഇനി മൂന്നാമതും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്, ഈ ദുരുപദേശത്തിന്റെ അപകടത്തെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പാണ്. അതുപോലെ അവരെ ഒഴിവാക്കാനായിട്ട്, അവരോട് കൂടുതൽ സഹകരിക്കാൻ, സന്തത സഹചാരിയായിട്ട് തീരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവരെ ഒഴിവാക്കാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കെതിരായിട്ടുള്ള ഒരു വിജയ, ഒരു ടോക്സോളജി, സ്തുതിഗീതത്തോടുകൂടെ, തിരുവെഴുത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്തുതിഗീതത്തോടുകൂടെ ഈ ലേഖനം അവസാനിക്കും. 25 വാക്യങ്ങളുള്ള ചെറിയ ഒരു ലേഖനം. ദൈവത്തിന്റെ ആത്മാവ് അത് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിച്ച് ഈ 66 പുസ്തകങ്ങൾ അടങ്ങി ഈ ഗ്രന്ഥത്തിൽ നമുക്ക് തന്നു എന്നുള്ളത്, അതിൽ നിന്ന് നമുക്ക് എക്കാലത്തും പഠിക്കാനുള്ള ഒത്തിരി ആത്മീക പാഠങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെയാണ്. ഓക്കെ, എന്നാൽ ഞാൻ ഇത് ഒരു എഴുത്തുകാരന്റെ പഠന രീതിയാണ്, മൂലഭാഷയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കർത്തദാസിന്റെ എഴുത്ത് രീതിയാണ്. ഇത് തന്നെയാണ് ഇതിലെ പ്രധാന പ്രതിപാദ വിഷയം. മിക്ക എഴുത്തുകാരും ഈ രീതികൾ തന്നെയാണുള്ളത്. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം ശമുവേൽ സാറിന്റെ പാട്ടിൽ പാടാറുള്ളത് പോലെ ആഴമായ നിനപ്പവർക്ക് ഇത് അത്യഗാധമാണ്, ഏഴകൾക്ക് വീടിടുന്നു ദിവ്യ പോലെ. അപ്പൊ നമ്മളും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രധാനപ്പെട്ട ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ടെക്സ്റ്റ് എന്താണോ പറയുന്നത്, തിരുവെഴുത്ത് എന്താണോ പറയുന്നത്, അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കും. എന്നാൽ അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. അപ്പോ ഏതൊരാൾക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ അധിവസിക്കുന്നതിനാൽ നാം തിരുവെഴുത്തുകളുടെ മുമ്പാകെ ഇരിക്കാൻ ശ്രമിച്ചാൽ, സമയം കണ്ടെത്തിയാൽ, പിന്നെ ശുദ്ധമായ രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ, ശുദ്ധിയായി ജീവിക്കുക എന്ന് വെച്ചാൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതല്ല. നമുക്കറിയാം തെറ്റുകളൊക്കെ ഉണ്ട്. എന്നാൽ സത്യസന്ധരായിട്ട്
ഓരോ ദിവസവും തെറ്റുകൾ ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് വിശുദ്ധിയെ തികച്ചു വന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. പ്രധാനപ്പെട്ട തീം ഇതാണ്, സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കും. ഞാൻ തിമോഥെയോസിന്റെ 2-ാം ലേഖനം എടുത്തപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സത്യവചനം മുറുകെ പിടിച്ച് ഭക്തിയോടെ ജീവിക്കുക. തിമോഥെയോസിന്റെ 2-ാം ലേഖനം ഞാൻ ഇന്ന് വായിച്ചപ്പോൾ ഓരോ അധ്യായത്തിലും റിപ്പീറ്റ് ചെയ്ത് വന്ന കാര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. ഇവിടെയും അതെങ്ങനെ കണ്ടെത്തി എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്. സത്യവിശ്വാസം മുറുകെ പിടിക്കുക, വിശ്വസ്തരായിരിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ 2 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി. നമ്മളിപ്പോഴും വിശ്വാസികൾ എന്ന് പറയുമ്പോൾ എന്തായി വിശ്വാസം, അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി എന്തായാലും സ്വാഭാവികം. എന്താ വിശ്വാസം? വിശ്വാസത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ അല്ല, നമുക്കറിയാം. ബൈബിളിന്റെ ഡെഫിനിഷൻ വേഗം വരുന്നത് എനിക്കറിയാം. എബ്രായർ 11 ഇപ്പൊ തന്നെ എല്ലാവരും പറയും. അതല്ലാതെ നമുക്ക് ഒരു യുക്തിസഹജമായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർവചനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളെ പഠിപ്പിച്ചിട്ടാവും, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് അടുത്ത സ്ലൈഡിൽ വരും. ഓർമ്മയുണ്ടോ? നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അത്. ആശ്രയം. ശരി, ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സുവിശേഷകൻ ജോൺ കുര്യൻ ഇതിനെ കുറിച്ച് മനോഹരമായ 3-4 ക്ലാസ് യൂട്യൂബിൽ കിട്ടും. അപ്പൊ അതില് അദ്ദേഹം തന്നെ വേറെ എഴുത്തുകാരുടെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള 2 ഡെഫിനിഷനാണിത്. അത് ദൈവത്തിന്റെ ആളത്വത്തിലും ദൈവത്തിന്റെ വചനത്തിലുള്ള എന്റെ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എബ്രായർ 11 നമ്മൾ പറയുന്ന ആ വാക്യത്തെ അടിസ്ഥാനമാക്കി ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു നിർവചനമാണ്. ദൈവത്തിന്റെ ആളത്വത്തിൽ, അതുപോലെ ദൈവത്തിൽ അവന്റെ വചനത്തിലുള്ള എന്റെ ഉറപ്പാണ് വിശ്വാസം. രണ്ടാമത്തേത് പിന്നീട് പറഞ്ഞതുപോലെ ആശ്രയമാണ്. ദൈവത്തിന്റെ വിശ്വാസ യോഗ്യതയിലുള്ള എന്റെ ആശ്രയത്തെയാണ് വിശ്വാസം എന്ന് ലളിതമായിട്ട് പറയും. മറ്റൊരു നിർവചനം, അതാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പറയാനിടയായിട്ട് തീർന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞങ്ങളെ ഇവിടെയുള്ള സുവിശേഷം പഠിപ്പിച്ചതാണ്. ദൈവം തന്റെ പരമാധികാരത്തിലും സർവശക്തിയിലും തന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റും. ജോൺസൺ സോരൻ ക്ലാസ് എടുത്തപ്പോൾ എബ്രായ ലേഖനം ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ താൻ പറഞ്ഞ ഡെഫിനിഷനാണ് വിശ്വാസത്തെ കുറിച്ച്. ദൈവം തന്റെ പരമാധികാരത്തിലും സർവശക്തിയിലും തന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റും. ഇതാണ് അത് അംഗീകരിക്കുന്നതാണ് വിശ്വാസം, അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോ ഇത് വിശ്വാസത്തിന്റെ ഒരു തലമാണ്. ഒരു നാണയത്തിന് 2 വശമുള്ളത് പോലെ ഒരു തലമാണ് ഇത് പ്രാക്ടിക്കലായിട്ടുള്ളത്. എന്നാൽ വിശ്വാസത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, ബോഡി ഓഫ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. അതായത് നാം വിശ്വസിക്കുന്ന സത്യത്തിന്റെ ആകമാന രൂപം. അതായത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ള ആ വിശ്വാസ സംഹിത, രക്ഷ, സ്നാനം, അതുപോലെ തന്നെ എൽഡേഴ്സ്, സ്വതന്ത്രമാണ്, പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിച്ച്, പിതാവാം ദൈവത്തെ കുറിച്ച്, പുത്രനാം ത്രിയേക ദൈവത്തെ, ഇങ്ങനെയുള്ള ആ സത്യത്തിന്റെ ഒരു ആകമാണ്. അതായത് ബോഡി ഓഫ് ട്രൂത്ത് എന്ന് പറയും. ആ സത്യത്തിന്റെ ആ സംഹിതയെ നമുക്ക് വിശ്വാസം എന്ന്, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഇതാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ 2 തലത്തിൽ നമുക്ക് തിരുവഴുത്തിൽ വിശ്വാസത്തെ കുറിച്ച്, ഇവിടെ പ്രധാനമായിട്ടും യൂദ ഉദ്ദേശിക്കുന്നത് 2ാമത്തെ ആശയമാണ്. 1ാമത്തെ ആശയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. വിശ്വസിക്കുന്ന സത്യത്തിന്റെ ആകമാനം, അതിനുവേണ്ടി പോരാടണം. അല്ല, മറ്റു അർത്ഥം എടുത്താൽ തന്നെയും തെറ്റൊന്നുമില്ല. ദൈവത്തിന്റെ വിശ്വാസയോഗ്യതയിലുള്ള ആശ്രയം അതിൽ ഉറച്ചു നിൽക്കണം. അത് തടുത്തു കളയാൻ പിശാചിനെ, നമ്മൾ നേരത്തെ ഓർത്തതുപോലെ ഇൻട്രഡക്ഷനിൽ ഓർത്തതുപോലെ, അന്ധകാരനാദ്യം ചിന്ത കലക്കും. അപ്പൊ ചിന്ത കലക്കുമ്പോ എങ്ങനെ ചിന്ത കലക്കുന്നത്? ഞാനിപ്പോ രാവിലെ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നതാണ് റോമർ 12 ആയിരുന്നു. അപ്പൊ അതില് ലോകത്തിന് പ്രധാനമുള്ളത് നമ്മുടെ മനസ്സിൽ, പിശാചി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ലോകത്തിന് പ്രധാനമുള്ളത്, അപ്പൊ ദൈവത്തിന് പ്രധാനമുള്ളത് നമ്മളിൽ കുറഞ്ഞു പോകും. അപ്പൊ ഈ ലോകത്തിന് പ്രധാനമുള്ളത് വലുതായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുമ്പോൾ, നമ്മളത് നമ്മുടെ മനസ്സിൽ നോക്കുമ്പോൾ അതിൽ കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ നമുക്ക് കിട്ടും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് അതിലേക്ക് ചായും. അതുകൊണ്ടാണ് റോമർ 12 1-2 നമ്മൾ വായിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഡെയിലി, ദിവസവും മനസ്സ് പുതുക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക. അപ്പൊ ദൈവത്തിന് പ്രാധാന്യമുള്ളത് ചിന്തിക്കാനായിട്ട് ഡെയിലി നമ്മളെ പോളിഷ് ചെയ്യുന്നില്ലെങ്കിൽ
വിശ്വാസികളാണെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് അധിവാസം നമ്മളുണ്ടെങ്കിലും നമ്മൾ ലോകത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഒരു പഴുതു കിട്ടിയാൽ അപ്പോൾ നമ്മൾ സാത്താൻ അതിനുവേണ്ടി നമ്മളെ ശ്രമിക്കും. അപ്പൊ ആ കാര്യം പ്രാധാന്യമുള്ളതായിട്ട് നമ്മളെ മനസ്സിൽ കൊണ്ട് അപ്പൊ അതിനോട് അനുയോജ്യമായ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഡെയിലി നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ, അതായത് ദൈവം ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങളെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലോകത്തിലെ കാര്യങ്ങൾ പ്രാധാന്യമുള്ളതാക്കി നമ്മൾ അതിലേക്ക് തിരിക്കാൻ പിശാച് റെഡിയാണ്. നമ്മൾ ദൈവജനത്തിന് മുമ്പാകിരിക്കാനോ പ്രാർത്ഥിക്കാനോ തയ്യാറല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലോകത്തിന് പ്രധാനമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇന്ന് രാവിലെ ആ ഭാഗത്തുള്ളത് ഓർത്തപ്പം ഒന്നുകൂടി നമ്മൾ അലേർട്ടായിരിക്കും. അത് തന്നെയാണ് യൂത പറയുന്നത്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആ പോരാടണം എന്നുള്ളതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ മുമ്പത്താഴ്ച ഓർമ്മിച്ചു. എന്തായിരുന്നു അത്? ഇപ്പൊ നമ്മുടെ കാശ്മീരിലൊക്കെ ഉള്ള പട്ടാളക്കാർ നിൽക്കുന്നത് പോലെ ഒരു മിലിറ്ററി ടൈമാണിത്. ഇത് വായിക്കുന്ന ഫസ്റ്റ് ഓഡിയൻസിന് 1-ാം നൂറ്റാണ്ടിലുള്ള അനുവാചകർക്ക്, ഗ്രീക്ക് ഭാഷ അറിയുന്നവർക്ക് അത് വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പോരാടുക എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. പക്ഷെ അവർക്ക് അതിന്റെ ഉള്ള സെൻസിൽ എടുക്കാനായിട്ട് സാധിക്കും. ഒരു പോർക്കളത്തിന്റെ മുൻനിരയിൽ ഒരു പടയാളി എത്ര ജാഗരൂകനായിട്ടാണ് നിൽക്കുന്നത്, അതുപോലെ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസ സംഹിതയ്ക്കായാലും അതുപോലെ തന്നെ ദൈവത്തിന്റെ വിശ്വാസയോഗ്യതയിലുള്ള നമ്മുടെ ആശ്രയത്തിനായാലും ഇത് പോരാടിയില്ലെങ്കിൽ ലൂസാവും. നമ്മള് ഒരു പേരിനുള്ളൊരു യാന്ത്രിക വിശ്വാസിയായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോ വിശ്വാസത്തെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 തലങ്ങളുണ്ട് എന്നുള്ളത് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. പക്ഷെ വിശ്വാസത്തെ കുറിച്ചിട്ടുള്ള ക്ലാസ് അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ പറയുന്നു. അടുത്തത് നമ്മുടെ തീമിലുള്ള 2ാമത്തെ പദമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. എന്താണ് വിശ്വസ്തത? അതും ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും. ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഏത് സാഹചര്യത്തിലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും ജീവിതവും, വളരെ പ്രധാനപ്പെട്ടതാണത്, ശുശ്രൂഷയും ജീവിതവും വൃത്തിയായി കൊണ്ടുപോകുന്നതാണ്. വളരെ പച്ച മലയാളത്തിലാണ് കർത്തദാസൻ പറയാനിടയായിട്ട് തീർന്നത്. ഏത് സാഹചര്യത്തിലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും ജീവിതവും വൃത്തിയായി കൊണ്ടുപോകുക. അതായത് നമുക്കറിയാം, ഏറ്റവും നല്ല ഒരു തെറ്റും വരുത്താത്ത രീതിയിൽ എളുപ്പമല്ല, നമുക്കറിയാം. എന്നാൽ ഓണസ്റ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ സത്യസന്ധത. പറ്റി എന്ന് സംബന്ധിച്ച് നിരക്ക് പ്രാപിച്ച് മുന്നോട്ട് പോവുക, അങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടുപോവുക. അതായത് മൂടി വെച്ച് കൊളാക്കരുത്. നിരക്ക് പ്രാപിക്കാനുണ്ടെങ്കിൽ വേഗം നിരക്ക് പ്രാപിച്ച് ക്ലിയർ ആയിട്ട് പോവുക. അങ്ങനെ ഉള്ള ജീവിത ശൈലിയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പോ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? എങ്ങനെ ഇത് മനസ്സിലാക്കാം? വെറുതെ ചുമ്മാ അടിച്ചു വിടുന്നതാണോ? അല്ലല്ല. അത് മനസ്സിലാക്കുന്നത് ഓൾറെഡി എഴുത്തുകാരൻ തന്നെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് 3ാമത്തെ വാക്യത്തിൽ. നമ്മൾ വായിച്ചതാണത്. വിശ്വാസത്തിന് വേണ്ടി അതിന്റെ അവസാന ഭാഗത്ത് കാണാം, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു തരത്തിലും വേറെ ഒന്നിലേക്ക് നമുക്ക് പോകാതെ ദൈവാത്മാവ് നമ്മളോട് പറയാണ്, വിശ്വാസത്തിനു വേണ്ടി പോരാടണം. 2 ആശയത്തിലോ വിശ്വാസ സംഹിതയുണ്ട്, ബോഡി ഓഫ് ട്രൂത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ആ പരമാധികാരത്തിൽ സർവശക്തിയിലുള്ള എന്റെ ആശ്രയം ഉറപ്പുണ്ട്. അപ്പൊ അത് ഇളക്കം തെറ്റാൻ സാധ്യതയുള്ളതാ. തരാതിരിക്കാൻ നമ്മൾ പോരാടണം, നമ്മൾ കാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ആ വിശ്വാസം എന്നുള്ള ആശയം ലഭിച്ചു. പിന്നീട് അങ്ങനെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി, ഘടന എന്ന് പറയുന്നത് തന്നെ ഇത് കാക്കാതെ പോയവരെ കുറിച്ചുള്ളതാണ്. അതിനെയാണ് നമ്മൾ അവിശ്വസ്തത എന്ന് പറയുന്നത്, അല്ലെ? അവിശ്വസ്തരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ്, അവരാണ് ഇതൊരു ഉപദേശകന്മാർ, അവരെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഫുള്ള് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത് എന്നുള്ളത് നിങ്ങളോട് പറയുന്നത്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം, കൃത്യമായിട്ട് അത് അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന നോക്കൂ, ആ പ്രവൃത്തികൾ ദൈവത്തിന്റെ കൃപയിൽ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അപ്പൊ അതൊരു നെഗറ്റീവ് അവിശ്വസ്തതയാണ് കാണുന്നത്. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ അബദ്ധരായ ആളുകൾ അപ്പോഴും അവിശ്വസ്തതയുടെ ചിത്രം കൊണ്ടുവരികയാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കൂ, സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയാണ്, കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയാണ്, മഹിമ ദുഷിക്കുകയാണ്. അറിയാൻ
ഇങ്ങനെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട്. അതുപോലെ അവിശ്വസ്തരായ ആ കൈ വിളയാം കോര. ഇങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് നിങ്ങളോടത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുറച്ച് അലങ്കാര പ്രയോഗങ്ങൾ. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വാക്യങ്ങൾ തന്നെയാണ്, ഇതെല്ലാം വാക്യങ്ങൾ തന്നെ. ഞാൻ ജസ്റ്റ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സത്യം ഞാൻ മനസ്സിലാക്കിയത് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇനി 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്, ഒന്നാമത്തെ പാഠം ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. 1-2 വാക്യങ്ങളിലായിട്ട് നമുക്ക് വേഗം വരാം. ഈ 1-2 വാക്യങ്ങളിൽ നമുക്കൊന്ന് വായിക്കാം. 1-2 വാക്യം. അപ്പോ ഈ 2 വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഒരു സുരക്ഷിതത്വത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ്. കാരണം 3-ാമത്തെ വാക്യത്തിൽ പോരാട്ടം എന്നുള്ളത് ആ മൂലഭാഷ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇത് വായിക്കുമ്പോൾ അത് പോർക്കളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പടയാളിയുടെയാണ്. അപ്പോ അത് പറയുന്നത് തൊട്ടു മുൻപ് ആ എഴുതുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു വന്ദനമാണ്. നമ്മൾ പ്രസംഗമൊക്കെ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ്, ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒരു ഇൻട്രോ പറയണ പോലെ ഒരു ഇൻട്രോ ആണത്. പക്ഷേ അതിലുള്ള സത്യങ്ങൾ ഒരു വിശ്വാസിക്കുള്ള സുരക്ഷിതത്വത്തെ കുറിക്കുന്നതാണ് എന്നാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതിന് സഹായിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്. അപ്പോ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ നിലനിൽക്കുന്നവർ അവർ സുരക്ഷിതരാണ്. അവർക്ക് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പൊ അടുത്തത് ഞാൻ പഠിക്കുന്ന ശൈലി ഇങ്ങനെയാണ്. അപ്പൊ ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാ സുരക്ഷിതരാണെന്ന് പറയുന്നത്? വെറുതെ പറയാണോ? അല്ല. ആ 2 വാക്യങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്കറിയാം, വചനം പഠിക്കാനായിട്ട് ലളിതമായി പഠിക്കാൻ 3 സ്റ്റെപ്പുകളാണുള്ളത്. നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഒബ്സർവേഷൻ, നിരീക്ഷണം. നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ്, നാം പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മൾ നടത്തുന്ന ആ ടെക്സ്റ്റ് ഒബ്സർവ് ചെയ്യണം, നന്നായി നിരീക്ഷിക്കണം. കിട്ടുന്ന ഡാറ്റകൾ, ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മശക്തി ഉള്ളതൊക്കെ എനിക്ക് കുറവായതുകൊണ്ട് ഞാൻ കുറിച്ചിടുക. അങ്ങനെ നാം ഇത് ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്തതിന് ശേഷം 2-ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് അർത്ഥം മനസ്സിലായി, ഇന്റർപ്രിട്ടേഷൻ എന്നാ പറയുക. ഒബ്സർവേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ദൈവാത്മാവിന്റെ സഹായം തേടുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പരിജ്ഞാനക്കുറവ് കൊണ്ടും നമ്മുടെ ഭാഷയുടെ പരിജ്ഞാനമില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒക്കെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാരുടെ അല്ല, നമ്മുടെ തന്നെ പിതാക്കന്മാരുടെ നല്ല നല്ല ടെക്സ്റ്റുകൾ അതിന് സഹായകരമായിട്ടുണ്ട്. അത് നമുക്ക് അർത്ഥം മനസ്സിലാക്കാനായിട്ട് നോക്കാം. അതിനെ ആശ്രയിക്കണമെന്നല്ല, ഫസ്റ്റ് സോഴ്സ് പരിശുദ്ധാത്മാവും ദൈവമാണ്. എന്നാൽ അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ കുറെ കൂടെ അതിന്റെ മീനിങ്സ് മനസ്സിലാക്കാൻ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മെ ലീഡ് ചെയ്യും. അപ്പൊ നമുക്കത് പരിശോധിക്കാം. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 1-ാമത്തെ വായനക്കാരോട് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ഒബ്സർവേഷൻ ഉണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. 3-ാമത്തെ സ്റ്റെപ്പാണ് അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കുറിച്ചിട്ടു, അതിന്റെ അർത്ഥമൊക്കെ ഇപ്പൊ കുറെ കൂടെ വെളിച്ചം കിട്ടി എന്ന് വെച്ചാൽ മുന്നോട്ട് പോയാൽ തലക്കനം വർദ്ധിക്കും എന്ന് വെച്ചാൽ അറിവ് ചീർപ്പിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അറിവ് ചീർപ്പിക്കുന്നു. തലക്കനം വന്ന് പെട്ടു. അപ്പോ അത് വരാതിരിക്കാനാണ് 3-ാമത്തെ സ്റ്റെപ്പ് വചന പഠനത്തിലുള്ളത്. അതാണ് അപ്ലിക്കേഷൻ, പ്രായോഗികമാക്കുക എന്ന് പറയുന്നത്. നാം കണ്ടെത്തിയ ഡാറ്റകൾ, മനസ്സിലാക്കിയ അർത്ഥങ്ങൾ, അത് എനിക്ക് എങ്ങനെ ബാധകമാണ്, എന്റെ സഭയിലുള്ള ബൈബിൾ ക്ലാസ്സിന് എങ്ങനെ ബാധകമാണ് എന്നുള്ളതല്ല, എനിക്ക് എങ്ങനെ ബാധകമാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. ദൈവവചനം പഠിക്കുന്നത് നമ്മൾ ബൈബിൾ ക്ലാസ് എടുക്കാനല്ല, നമ്മുടെ ആത്മീക പുഷ്ടിക്ക് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ പുഷ്ടിപ്പെടുമ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവ് മറ്റുള്ളവരിലേക്ക് അത് പ്രയോജനകരമാക്കി തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒബ്സർവ് ചെയ്യുക, അർത്ഥം മനസ്സിലാക്കി ഇന്റർപ്രറ്റ് ചെയ്യുക, അപ്ലിക്കേഷൻ.
ഇതിൽ തന്നെ വേറെ രീതികളും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായ ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന സത്യങ്ങൾ ഒന്ന് എലാബറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് സുരക്ഷിതരാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ പോർക്കളത്തിന്റെ ചിത്രമാണ് തരുന്നത്. അപ്പൊ അതിനു മുൻപ് നിങ്ങൾ സുരക്ഷിതരാണ്, ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് അവർ തുടക്കത്തിൽ തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് സുരക്ഷിതരാണ് എന്ന് പറയുന്നത്? സുരക്ഷിതരാണെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പറയാമോ? അത് നിരീക്ഷിച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ സ്റ്റഡി പോലെ നടത്തില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടാ ഈ ഒന്നാം വാക്യം തന്നെ എടുക്കാം. ഒന്നാം വാക്യത്തിന്റെ 2 പദങ്ങളിൽ നിന്നാണ് ഒന്നാമത്തെ പാഠം ഞാൻ പഠിച്ചത്. യേശു ക്രിസ്തുവിന്റെ ദാസനും. അപ്പൊ എന്തുകൊണ്ട് സുരക്ഷിതരാണ്? യേശു ക്രിസ്തുവിന്റെ ദാസനും എന്നുള്ള പദത്തിൽ നിന്ന് ആണ് ഒന്നാമത്തെ പാഠം. പറയാൻ പറ്റൂ? ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാം. യെസ്, ഒന്നിന്റെ അടിസ്ഥാനത്തില് യജമാനനുള്ളത്. എങ്ങനെ മനസ്സിലായി യജമാനനുള്ളതിനായി എന്നുള്ളത്? യേശു ക്രിസ്തുവിന്റെ ദാസനും. അവിടെ യജമാനന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. യേശുമാനന്റെ പേര് പറഞ്ഞു. കാരണം ആരുടെ ദാസനാണ് എഴുത്തുകാരൻ എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 2 പദങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ദാസനും. അപ്പൊ അതിൽ നിന്ന് എന്തുകൊണ്ടാ സുരക്ഷിതരായെന്നുള്ളതിന് ഒന്നാമത്തെ ആശയം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, നമുക്ക് യജമാനനുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, യജമാനെ പോലെയാകുന്നത് ദാസന് മതി. അപ്പൊ കർത്താവ് നമ്മുടെ യജമാനനാണ്. ഈ യജമാനൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മള് വലുത് പഠിക്കാൻ നമുക്കറിയാലോ, അതിന് സമാനമായിട്ടുള്ള ആശയങ്ങൾ തിരുവഴുത്തിൽ എവിടെയുണ്ട്? ഞങ്ങള് സൺഡേ സ്കൂളിൽ അവസാന വർഷം പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുത്താൽ കൊള്ളാം. അപ്പൊ അന്നത്തെ സ്പെഷ്യൽ ബൈബിൾ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ കേട്ടു. അപ്പൊ അതില് BB ഡേവിഡ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ഇപ്പോൾ ഞങ്ങള് മൂപ്പനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ദൈവവചനം പഠിക്കുന്ന ശീലം, ധ്യാനിക്കുന്ന ശീലം നിങ്ങൾ പ്രായോഗികമാക്കും. അപ്പൊ എനിക്കൊക്കെ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെ മനസ്സിലാക്കുന്ന ആദ്യ പാഠം. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നിങ്ങൾ വായിക്കുക. മറ്റു പുസ്തകങ്ങളിലേക്കൊന്നും ആദ്യം പോലും ദൈവവചനമാണ് നമ്മുടെ ആധികാരിക ഗ്രന്ഥം. വായിക്കാം. അങ്ങനെ വായിക്കുമ്പോ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പിടിക്കും. കാരണം ജീവനുള്ള പുസ്തകമാണ്. ആ സത്യം തിരുവഴുത്തിലെ മറ്റിതര ഭാഗങ്ങളില് ഒരു ഇണയുണ്ടായിരിക്കും. എന്ന് വെച്ചാല് ഒരു ഗുണവാക്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സമാനമായ ആശയങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ അത് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അത് കണ്ടെത്തണമെങ്കിൽ ദിനംതോറും ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം എന്ന് മാത്രമല്ല വായിക്കണം. ദൈവവചനത്തിലും തഴക്കവും പഴക്കവും ഉണ്ടാവും. എങ്കിൽ മാത്രമേ ഈ ആശയം വരുമ്പോ പെട്ടെന്ന് സമാനമായ കാര്യങ്ങളിലേക്ക്. അപ്പോഴാണ് ഈ 2 വാക്യങ്ങൾ പഠിച്ചാലും ഇനി നമ്മള് പുസ്തകങ്ങളൊക്കെ എഴുതിയെടുത്താലും തീരാത്ത രീതിയിൽ ഇങ്ങനെ നമുക്ക് പ്രകാശനം ലഭിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹം അത് പറഞ്ഞത് ഞാൻ പാലിച്ചു. അത് എനിക്ക് ഗുണമായി. ഇപ്പോ 14 ഏകദേശം 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. പക്ഷെ വളരെ ദൈവവചനം പഠിക്കുമ്പോൾ അത് വളരെ സഹായകരമായിട്ട് തീരും. അപ്പൊ അത് ഇങ്ങനെ ഈ പാത ഇഷ്ടപ്പെടുന്ന, ദൈവവചനത്തെ രസിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് അറിയാത്തവരുണ്ടെങ്കിൽ, മുതിർന്നവരൊക്കെ ശീലിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങനെ ഇല്ലാത്ത ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ നിങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അതിന്റെ രുചി നമ്മൾ നേരത്തെ പാടിയതുപോലെ അത് തേനിലും മധുരമുള്ളതാണ് എന്നുള്ളതിന് യാതൊരു സംശയം. അപ്പൊ യജമാനൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഈ ടെക്സ്റ്റിലെല്ലാം നിൽക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോയത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പരാമർശിച്ചിട്ട് അധികം വിശദീകരിക്കുന്നില്ല. പരാമർശം നമുക്ക് അടുത്ത കുറിപ്പിലേക്ക്, ഈ ടെക്സ്റ്റിലേക്ക് തന്നെ മടങ്ങി വരാം. ഒന്ന്, യജമാനുണ്ട് എന്ന് പറയുമ്പോൾ ഈ യജമാനന്റെ ചില പ്രത്യേകതയാണ്. ഒന്ന് അധികാരിയാണ്. അത് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. യേശു ക്രിസ്തു എന്ന് പറയുന്ന പദത്തിൽ തന്നെയുണ്ട്. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവനാണ്. മാത്രല്ല, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പോൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? കേവലം
യേശു എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ, യേശു എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ എന്ന് മാത്രമാണ് പറഞ്ഞത്. യേശുവിന് രക്ഷിക്കപ്പെടുന്ന വാക്യത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, യേശുവിന് കർത്താവും രക്ഷിതാവുമായിട്ട്. കർത്താവ് എന്നുള്ളതിന്റെ മലയാളമാണ് യജമാനൻ. കർത്താവ് എന്നുള്ളതിന്റെ മലയാളം അല്ലെങ്കിൽ മറ്റൊരു അർത്ഥമാണ് യജമാനൻ. അപ്പോ നാം പറഞ്ഞത് എന്താ രക്ഷിക്കപ്പെട്ടപ്പോ? ഇന്ന് അതിനോട് ഒരു തരത്തിലും നമ്മുടെ ജീവിതം കണ്ടാൽ ആത്മാർത്ഥിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞത് നീയാണ് എന്റെ അധികാരി, നീയാണ് എന്റെ ലോൺ. ഇത്ര നാളും സ്വയവും പിശാചുമായിരുന്ന എന്റെ ജീവിതമാകുന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നു. എഴുതുകാരുടെ കോട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മളെ സഹായിക്കും ഈ ആശയങ്ങള് കുറെ കൂടെ എളുപ്പമാക്കാനായിട്ട്. അപ്പം ഡ്രൈവിംഗ് സീറ്റിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വരെ നിയന്ത്രിച്ചിരുന്നത് സ്വയവും പിശാചുമായിരുന്നു. ഇത് രക്ഷിക്കപ്പെട്ടപ്പോ നമ്മൾ പറഞ്ഞു, ഇത് മടുത്തിട്ട് വേണ്ട, ഇതെന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിത്യനാശത്തിലേക്കാണ്, അതുകൊണ്ട് എനിക്കിത് വേണ്ട. എന്റെ ഡ്രൈവിംഗ് സീറ്റ്, എന്റെ ജീവിതമാകുന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റില് ഞാൻ അങ്ങേ ഇരുത്തുന്നു. 100% എന്നെ കൺട്രോൾ ചെയ്യേണ്ടത് അങ്ങാണ്. അതാണ് ശരിക്കും നാം രക്ഷിക്കപ്പെട്ടവർ പറഞ്ഞത്. പക്ഷെ അന്ന് നമ്മൾ അർത്ഥമാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ഈ രക്ഷകനെ നമ്മൾ രുചിച്ചറിഞ്ഞ് പോകുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് ആണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ കൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ സൂക്ഷ്മതയോടെ നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവനുമായിട്ട് ഡിസ്കസ് ചെയ്യാത്ത ഒരു കേസും പാടില്ല എന്നാണ് എന്റെ അർത്ഥം. നമ്മുടെ ലൈഫില്, നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ തൊഴിലിടങ്ങളില്, നമ്മുടെ സഭാ ജീവിതത്തില് ഈ യജമാനനുമായിട്ട് ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യവും പാടില്ല. കാരണം അവനാണ് എന്റെ ജീവിതമാകുന്ന കാറിന്റെ ഡ്രൈവർ. ഞാനത് കൊടുത്തു 100%. വേറെ എഴുത്തുകാരൻ പറഞ്ഞത് എന്റെ ജീവിതമാകുന്ന കപ്പലിന്റെ ചുക്കാൻ ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല വേറെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ മാനേജ്മെന്റ് മുഴുവൻ അവനാണ് എന്റെ മാനേജർ എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറയാതെ പറഞ്ഞ സത്യങ്ങളാണ്, ഇത് ചില യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ഇത് ഉൾക്കൊണ്ടുള്ള ജീവിതമാണ് നമ്മുടെ ചോദിച്ചാൽ അല്ല എന്ന്. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ നമുക്ക് ഒരടികളൊക്കെ ലഭിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അധികാരിയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അത് നമ്മൾ ആ യേശു ക്രിസ്തു എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ അവൻ കർത്താവായതിനാൽ അധികാരിയാണ്. നമ്മൾ രക്ഷയോടുള്ള ബന്ധത്തിലും അത് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. പിന്നീട് ഈ യജമാനൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്ത തിരുവഴുത്തിലെ വേറെ ഏതെങ്കിലും പുസ്തകത്തിലേക്ക് പോകുന്നുണ്ടോ? ഒരു യജമാനനെ കുറിച്ച് പറയുന്ന ഇനിയുള്ളൊരു 3-4 പോയിന്റ് അതിലേക്കാണ്. ഒരു യജമാനനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം തന്നെ തിരുവഴുത്തുകൾ ക്രൂതരം പഴയ നിയമത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ശരിയാണ്. ഒരു പുസ്തകം മുഴുവൻ അതിനെ കുറിച്ച് പറഞ്ഞത് സങ്കീർത്തനത്തിന് മുൻപ്, ഉൽപ്പത്തിക്ക് ശേഷം. അടുത്ത ക്ലൂ. യെസ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കം വരാതിരിക്കാനായിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. രൂത്തിന്റെ പുസ്തകത്തിലെ ബോവസിനെ കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിന്റെ വേഗത്തില് പറഞ്ഞു പോകാം. അപ്പൊ ഈ യജമാനൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ചിട്ട് ഒരു നല്ലൊരു ചിത്രം ബോവസിൽ കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ ചിന്ത അങ്ങോട്ട് പോയി. അപ്പോ ഈ ബോവസിൽ നിന്ന് ഈ യജമാനന്റെ ചില പ്രത്യേകതകൾ കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. എടുത്തു വായിക്കണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ, അല്ലെങ്കിൽ സമയം നീണ്ടുപോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യജമാനന്റെ മറ്റൊരു പ്രത്യേകത വയലുള്ളവനാണ്. എന്ന് വെച്ചാൽ ഈ യജമാനന്റെ കൺട്രോളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അലസതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. നമ്മൾ ഓൾറെഡി വയലിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടു, ജോലിക്കാരായി മാറിയെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നാം വയലുള്ളവനായ യജമാനനാണ്. ഒരു വയലിലെ വേലക്കാരാണ് ഞാനും നിൽക്കുന്നത്. ഈ വയലിൽ നമ്മുടെ പണി എങ്ങനെയുണ്ട് എന്ന് സ്വയം വിലയിരുത്തിയാൽ മതി. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ നാം ചിന്തിക്കുന്നില്ല. ഇനി ഈ യജമാനന്റെ മറ്റൊരു പ്രത്യേകത വയലുള്ളവനാണെന്ന് മാത്രമല്ല, ആ വയലിലെ പണിക്കാര ആ വാക്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. 22:5 നമ്മൾ കാണുന്നത്
ആ സ്വന്തമായ വയലിലുള്ള പണിക്കാരുടെ പണിയെ കുറിച്ച് അല്ലെങ്കിൽ പണിക്കാരെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു യജമാനൻ. ഇതിൽ പരം സുരക്ഷിതത്വം എന്താണ്? ഈ ലോകത്തിൽ നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ യജമാനന്മാർ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത് വിലയിരുത്തുമ്പോൾ അല്ലേ അല്ല എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കുള്ള ഒരു യജമാനൻ അവൻ അവൻ നമ്മുടെ ജീവിതത്തിന്റെ 100% കൺട്രോൾ കൊടുത്തവനാണ്, അത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. മാത്രമല്ല അവൻ സ്വന്തമായിട്ട് വയലുണ്ട്, അതില് വേലക്കാരായിട്ട് നമ്മൾ വിളിച്ച് ആക്കി എന്നുള്ളതാണ്. മാത്രമല്ല വേലക്കാരാക്കി തീർത്തു, പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പൊക്കോ എന്ന് വിടുന്നവനല്ല അവൻ. അവൻ ആ വേലക്കാരുടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നവനാണ്. മാത്രമല്ല ആ ബോസിന്റെ 2:10 രണ്ടാം തീയതി തന്നെയാണ് എല്ലാം ഉള്ളത്. പിന്നീട് ഇപ്പൊ നമ്മള് കിട്ടേണ്ട പറഞ്ഞ പോലെ ഉൽപ്പത്തിയിലേക്ക് പോയ ആ യജമാന്റെ മറ്റു പ്രത്യേകത, അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് പോയ പല നിലകളിൽ കാണാം. അത് വളരെ വിശാലമാകും, സ്വയമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന്റെ തലക്കെട്ടിൽ നിന്ന് ഈ യജമാനനുള്ളത് കൊണ്ട് എന്തുകൊണ്ട് സുരക്ഷിതരാണ് എന്നുള്ളത് തെളിയിക്കാനായി ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൃപയുള്ളവനാണ്. മാത്രമല്ല അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സംരക്ഷിക്കുന്നവനാണ്. സംരക്ഷിക്കുന്നത് യൂത്തിന്റെ 2:9 ആ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്ന എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ അവളെ പ്രൊട്ടക്ട് ചെയ്യണതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോ ഇത്ര നല്ല ഒരു യജമാനനെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പൊ നമ്മൾ സുരക്ഷിതരല്ലേ? അതുകൊണ്ടാണ് ആ ഒരു തലക്കെട്ട് അവിടെ കൊടുക്കാനായിട്ട് ഞാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. യജമാനൻ ഉള്ളതിനാൽ നമ്മൾ സുരക്ഷിതരാണ്. യജമാനന്റെ ഇനിയോ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ കുറച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച രീതി അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോയതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് വെച്ചത്. അതായത് നമ്മുടെ സനസഭ നമുക്ക് തരുന്ന പരിശീലനം, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, അത് ആ രീതിയിൽ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി ഉണ്ട്. 2:12 പറയുന്നത് പ്രതിഫലം നൽകുന്നവനാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ യജമാനന്മാരൊക്കെ ന്യായമായ പ്രതിഫലമൊക്കെ തരിക എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. എന്റെ വൈഫ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അറിയാം, എന്നേക്കാളും വളരെ തുച്ഛമായൊരു ശമ്പളമാണ് ആ സ്കൂളിൽ കൊടുക്കുന്നത്. എന്നേക്കാൾ ഉയർന്ന കുട്ടികളെയാണ് അവൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല എന്നേക്കാൾ കൂടുതൽ വർക്കാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പൊ അവർ കുട്ടികളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഫീസ് കേട്ടാൽ നമ്മുടെ കിളി പോകും. അപ്പൊ അത്രയ്ക്കധികം ഉണ്ടെങ്കിലും ന്യായമായ പ്രതിഫലം ഈ ലോകത്തിലുള്ള യജമാനന്മാർ കൊടുക്കില്ല. പക്ഷേ നമ്മുടെ യജമാനൻ ന്യായമായ പ്രതിഫലം നൽകുന്നവനാണ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ നിലനിൽക്കുന്നവർ സുരക്ഷിതരാണ്. എന്തുകൊണ്ട് സുരക്ഷിതരാണ്? രണ്ടാമത്തെ പാഠം പറയുന്നത് ആ വാക്യത്തിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു പോകുന്നു. നമുക്ക് അവിടെയുള്ള ക്രിയാപദങ്ങളാണ് എടുക്കുന്നത്. അത് ഒന്നാമത്തെ വാക്യത്തിൽ തന്നെയുള്ള ഇതാണ്, വിളിക്കപ്പെട്ടതിനാൽ. അവിടെ ഓൾറെഡി പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതി. അപ്പൊ രണ്ടാമത്തെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫ്ലോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ നമുക്കറിയാം, എന്നെ ഇവിടെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ വിളിക്കാതെ വരുമ്പോഴോ ഒരു ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും അല്ലെ? നമ്മൾ വിളിക്കാത്ത കല്യാണങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോകുമ്പോൾ നമുക്ക് ചെറിയൊരു അസ്ഥിരയിലായിരിക്കും, അസ്വസ്ഥത ഉണ്ടായിരിക്കും. എന്നാൽ വിളിച്ചിട്ട് വരുമ്പോ നമുക്ക് വിളിച്ചത് ആരാണോ ആ ആധികാരികതയിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് വളരെയധികം ഫ്രീഡം ഉണ്ട്, വളരെയധികം. നാമും വെറുതെ വന്നവരല്ല, നാം ഇവിടെ വിളിക്കപ്പെട്ടവർ. ആ വിളിയെ കുറിച്ച് തന്നെ വിശാലമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അനേകർ ആ വിളിയോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയാണ്. എന്നാൽ കാലാകാലങ്ങളിൽ ആ വിളിയോട് പോസിറ്റീവായിട്ട് നമ്മൾ പ്രതികരിച്ചു. അതുകൊണ്ട് നാം ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഈ വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുന്ന ഒരു 6 കുറിപ്പുകള് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ വിളി എന്നുള്ള പദത്തിൽ നിന്ന് തന്നെയുള്ള 3 അർത്ഥങ്ങൾ മൂലഭാഷയിലുണ്ട്. അതാണ് ആദ്യത്തെ 3 പാഠങ്ങൾ. വിളി എന്നുള്ള ആ പദം തന്നെ ഓർപ്പിക്കുന്ന 3 അർത്ഥങ്ങൾ. അതും തിരുവഴുത്തിൽ ബന്ധപ്പെട്ടതാണ്.
അത് ഒന്ന് പറയും. അതോടൊപ്പം തന്നെ ഈ വിളിയുടെ ചില പ്രത്യേകതയിൽ നിന്ന് പഠിക്കുന്നു. അത് തന്നെ കുറെ കാര്യങ്ങളുണ്ട്. സ്വർഗീയ വിളി, അങ്ങനെ കൃപയാലുള്ള വിളി, അങ്ങനെ പല നിലകളിൽ ശുദ്ധീകരണം പ്രാപിക്കാനുള്ള വിളി, അങ്ങനെ നമുക്ക് വിളിയെ കുറിച്ച് പഠിക്കും. അപ്പൊ അതൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന വിളി എന്ന് പറയുന്ന പദത്തിന്റെ മൂലാർത്ഥത്തിലുള്ള മൂന്നർത്ഥങ്ങളിൽ നിന്നുള്ള ചില ആത്മിക പാഠങ്ങളും അതോടൊപ്പം തന്നെ ചില വിളിയെ കുറിച്ച് കോമൺ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ആ കുറിപ്പ് വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഇത് ചുമതലയെ ഓർമ്മിപ്പിക്കുന്നതാണ്. ചുമതല എന്ന് വെച്ചാൽ ഈ ഗ്രീക്ക് ഭാഷ അറിയുന്ന ആളുകൾ ഇത് വായിക്കുമ്പോൾ വിളിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അവര് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് അവരുടെ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഏതെങ്കിലും ഓഫീസിലേക്കോ ഏതെങ്കിലും ഡ്യൂട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇമ്പാർട്ട് ചെയ്യാനായിട്ട് അത് എന്താ പറയാ അത് കൊടുക്കാനായിട്ട് ഉള്ള പദത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോ വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ചുമതലയെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ അർത്ഥം നമുക്ക് പറയാനായിട്ട് കഴിയും. രണ്ടാമത് അത് പദവിയെ സൂചിപ്പിക്കുന്നതാണ്. പദവിയെ സൂചിപ്പിക്കാൻ നമുക്കറിയാം, ഇന്ന് പ്രൈം മിനിസ്റ്ററിന്റെ കൂടെയാണ് എന്റെ ഡിന്നർ എന്ന് പറയുമ്പോൾ അപ്പോ എന്നെ അതിന് വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെനിക്ക് വലിയൊരു ഇതായിരിക്കും അല്ലെ. പദവിയാണ്, അത് പദവിയാണ്. കാരണം ആരാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് വിളിക്കപ്പെട്ടവർക്കുള്ള ആ സ്റ്റാറ്റസിന്റെ ഇത് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പൊ പദവിയെ സൂചിപ്പിക്കുന്നതാണ്. മൂലഭാഷയിൽ വിരുന്നിനോ അല്ലെങ്കിൽ പ്രത്യേകമായ ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന പദമാണ് ഈ വിളി എന്നുള്ളത് കൊണ്ട് അത് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ അർത്ഥം. ചിലത് ഡ്യൂട്ടിയിലേക്ക് വിളിക്കുന്നു, വിരുന്നിലേക്ക് വിളിക്കുന്നു. മൂന്നാമത് ഈ മൂലഭാഷയിലെ അർത്ഥം കണക്ക് ബോധിപ്പിക്കാൻ കോടതിയിലേക്ക് വിളിക്കുന്നു. കോടതി ടേമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അപ്പൊ മൂലഭാഷയിൽ മൂന്ന് അർത്ഥങ്ങളാണ് ഈ വിളിക്കപ്പെട്ടു എന്നുള്ളതിനുള്ളത്. ഒന്ന്, ചില ഉത്തരവാദിത്തങ്ങൾ ചുമതലയിലേക്ക് വിളിച്ചാക്കുന്നതിന്. രണ്ട്, വിരുന്നിലേക്ക് ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതിന്. മൂന്ന്, കോടതിയിൽ കണക്ക് ബോധിപ്പിക്കാനായിട്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമ്മോടുള്ള ബന്ധത്തിൽ പറയും. നമ്മളിപ്പോ ഈ അടച്ചുള്ള തോട്ടത്തിൽ, ഈ മനോഹരമായ സഭയാകുന്ന തോട്ടത്തിൽ ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്, സഹോദരിമാർക്കും ഉണ്ട്, സഹോദരന്മാർക്കും ഉണ്ട്, മൂപ്പന്മാരായ സഹോദരന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ആ സുവിശേഷകർക്കും മാത്രമല്ല എല്ലാവർക്കും ചുമതലകളുണ്ട്. അതിനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. രണ്ട്, വലിയ വിരുന്നിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. ഡെയിലി നമുക്ക് വിരുന്നിനുള്ള വിഭവങ്ങൾ ഇതിലുണ്ട്, അത് ആസ്വദിക്കുക. സഭയായിട്ട് കൂടുമ്പോഴും നമുക്ക് ആ വിരുന്നിന്റെ ജയഘോഷം അനുഭവിക്കാൻ സാധിക്കണം. മൂന്ന്, ഇത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം കണക്ക് ബോധിപ്പിക്കാനാണ് വിളിക്കുന്നത്. ചുമ്മാ ഇവിടെ പണിതാൽ പോരാ, എങ്ങനെ പണിതു അത് നമുക്ക് ഒരു ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നാം പണിക്കാരാണ്, പക്ഷെ നാം എങ്ങനെ പണിയുന്നു, എന്ത് മെറ്റീരിയൽ ആണ് നമ്മൾ അതിനുപയോഗിക്കുന്നത്? മരം, പുല്ല്, വൈക്കോലാണോ, അത് വിലയേറിയ കല്ലുകളാണോ? അപ്പൊ ഇതൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അത് ഗൗരവത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഓൾറെഡി അറിവുള്ളതാണ് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവർ. അപ്പൊ ഈ വിളി വന്നത് സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനുമാണ്. അടുത്തത് നാം അറിവുള്ള കാര്യങ്ങളാണ്. മിക്കപ്പോഴും ഞാൻ തന്നെ ഞങ്ങളുടെ ഹോളില് 10-ലധികം പ്രസംഗം ഏറ്റവും കൂടുതൽ പ്രസംഗം കേട്ടിട്ടുള്ള ടോപ്പിക് ഏതാന്ന് വെച്ചാൽ ഈ വിളിയാണ്. പല കർത്തൃദാസന്മാര് വന്നിട്ട് സ്വർഗീയ വിളി, പരമവിളി, അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വിളിയെ കുറിച്ചിട്ടുള്ള എവിടൊക്കെ വിളി പുതിയ നിയമത്തിൽ പറയുന്നുണ്ടോ ആ വിളികളെ കുറിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിവുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ ഈ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ അത് ഒരുക്കി എന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്നുള്ള വിളിയാണ് അത്. നമ്മൾ കേട്ടു, ദൈവത്തിന് സ്തോത്രം. ഇനി മഹത്വം പ്രാപിക്കാനുള്ളതാണ് എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു പ്രായോഗികമായ അർത്ഥം എന്താ? ഈ മഹത്വം പ്രാപിക്കുക, യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ സുവിശേഷം കൊണ്ട് വിളിച്ചത് എന്ന് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു. അപ്പൊ അത് മഹത്വം എന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് അവന്റെ ക്യാരക്ടർ. എന്തിനാ സുവിശേഷം കൊണ്ട് നമ്മൾ വിളിച്ചത്? സ്വർഗത്തിൽ നിന്ന് വിളിച്ചത് സ്വർഗത്തിലേക്ക് പോകാൻ മാത്രമായിട്ടാണോ? അല്ല. നാം യേശു ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ച് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്തിനാ കർത്താവ് വന്നത്? പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ.
കേവലം രക്ഷിക്കപ്പെടുന്ന ഇത് മാത്രമല്ല, അനുദിനം നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുത്താനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുന്നതിനെ പറയുന്ന പേരാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അങ്ങനെ അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നാം അവന്റെ മഹത്വം ഈ ഭൂമിയിൽ പ്രാപിക്കുക. ഇനി ഭാവിയിൽ നാം അവനെ പോലെയാകും. പക്ഷെ അതിന്റെ ഒരു മിനിയേച്ചർ നമുക്ക് ഇന്നിവിടെ ആസ്വാദ്യകരമാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് മഹത്വം പ്രാപിക്കുക. അവന്റെ ക്യാരക്ടറുള്ളവരായിട്ട് നമ്മൾ തീരണം. ഒടുവിലായിട്ട് 1 Corinthians 1:9 കൂട്ടായ്മയിലേക്ക് വിളിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. കൂട്ടായ്മയിലേക്ക്. അപ്പോ അവനുമായിട്ടുള്ള നിരന്തര സംസർഗത്തിനാണ്. അതിന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു കുക്ക്, ഒരു ഷെഫ് ഉണ്ടല്ലോ, ലോറൻസ് എന്ന് പറയുന്നത്, നെറ്റിൽ അവൈലബിൾ ആയ ഒരു പുസ്തകമാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെഫ് എഴുതിയ പുസ്തകം, വളരെ പോപ്പുലർ ആയി. ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിൽ ആ പോപ്പുലർ ആയ പുസ്തകത്തിന്റെ പേര് ഇതാണ്, പ്രാക്ടീസിങ് ദ പ്രസൻസ് ഓഫ് ലോർഡ്. അതായത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രാക്ടീസ് ചെയ്യുക. ഈ കുക്ക്, ഈ പാചകക്കാരൻ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ ഈ ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കും. അതുകൊണ്ട് തന്നോട് ഇടപെടുന്നവർക്കൊക്കെ നമുക്കറിയാം, മോശ ദൈവത്തിന്റെ ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ തേജസ് വിളങ്ങി കണ്ടതുപോലെ ഇദ്ദേഹത്തോട് ഇടപെടുന്നവർക്കൊക്കെ ഒരു സ്പാർക്ക് ലഭിക്കും. ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ തൊക്ക് പ്രകാശിച്ചു എന്നുള്ളതല്ല, കാണുമ്പോൾ ഒരു ഹെൽമെറ്റ് വെച്ച പോലെ നടക്കുന്ന പോലെയൊന്നുമല്ല. പക്ഷെ ഒരു പാചകക്കാരനായിട്ട് കൂടെ ഈ ദൈവ സാന്നിധ്യം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ലൈഫിലെ മാറ്റം തൊഴിലെടുത്തും അവരുടെ സഭയിലും ഇടപെടുന്നവർക്കും ഒക്കെ മനസ്സിലാക്കി അനേകം ക്രിസ്തുവിലേക്ക് നേടാനിടയായിട്ട് തീർന്ന ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ്. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് വളരെ കുറവ്, LKG ലെവൽ കൂടെ ആയിട്ടില്ല. പക്ഷെ അതിൽ വളരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ വർഷം ഈ വർഷമായി. അതിങ്ങനെയാണ്, കർത്താവ് അടുത്തുണ്ട് സെൻസ് ചെയ്ത്. അപ്പോ അതിനെന്നെ സഹായിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താവ് തമ്മിൽ ഉഗ്രം തല്ല് വീട്ടിലെന്ന് വിചാരിക്കാം. നമുക്ക് വിശ്വാസികളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അതിശയൊന്നുമില്ലല്ലോ, സ്വാഭാവികം. കാരണം ഡൈവേഴ്സിനൊക്കെ നമ്മുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടില് ഭാര്യ ഭർത്താവ് ചുട്ടടിയാണ്, വാക്കുകൊണ്ടുള്ള അടിയാണ്. പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം ഓ മറ്റേ ജനാലയിലെ മറ്റേ കർട്ടൻ നോക്കി മനസ്സിലായി മൂപ്പനാണ് വന്നിരിക്കുന്നത്, മൂപ്പൻ. അപ്പൊ മൂപ്പൻ വന്നിരിക്കുമ്പോ എങ്ങനെയായിരിക്കും അവിടെ നമ്മൾ പിരിഞ്ഞാന്നൊക്കെ ഉണ്ടായ പോലെ നമ്മളോട് ഭയങ്കര ഇടിവെട്ടും, ഇതുവരെ ജീവിതത്തിൽ കേൾക്കാത്ത ഇടിവെട്ടും മഴയും അതൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴുള്ള ശാന്തത പോലെ ആയിരിക്കും. തൊട്ട് 1 മിനിറ്റിന് മുൻപ് ഉഗ്രവാദം നടന്നു, പൗലോസും ബർന്നബാസും പോലെ. പക്ഷെ മൂപ്പനെ കണ്ടപ്പോ പെട്ടെന്ന് അത് സ്റ്റോപ്പായി. അപ്പൊ അത് നമ്മള് ദൈവസാന്നിധ്യത്തിലേക്ക് ഇംപ്ലൈ ചെയ്തു നോക്കും. അതായത് കർത്താവിന്റെ അടുത്തുണ്ടെന്ന് സെൻസ് ചെയ്തിരിക്കുക. 24 മണിക്കൂർ സാധിച്ച എന്റെ ലൈഫ് ഭയങ്കര ഇതായി. പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. യോസേഫിന് സാധിച്ചു. അതുകൊണ്ട് യോസേഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ കൃതാർത്ഥനായി അവൻ പോയ സ്ഥലങ്ങളിലൊക്കെ വിജയിക്കാനിടയായിട്ട് തീരും. അവന്റെ ജീവിതം ഫ്രൂട്ട്ഫുൾ ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതം യൂസ്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ചെയ്ത ഭയങ്കര മാറ്റാണ്. ഞാൻ വായിക്കും, ഞങ്ങൾ എടുത്ത ഒരു തീരുമാനമാണ്. അപ്പൊ കുറെ സംഘർഷങ്ങളില്ല. കാരണം വെച്ചാൽ മൂപ്പനെ കാണുമ്പോ നമ്മള് സംഘർഷം കുറയുന്നുണ്ടെങ്കിൽ കർത്താവ് അടുത്തുണ്ടെന്നുള്ള ആ ബോധ്യം നമ്മളെ ഭരിച്ചാൽ, അത് നമ്മൾ ആ വിശ്വാസമായിട്ട് ആ സത്യം നമ്മളെ ഭരിച്ചാൽ എത്ര പ്രശ്നങ്ങൾ ഒഴിവാകും. സഭയിലെ പ്രശ്നം ഒഴിവാകും, തൊഴിലിടങ്ങളിലെ പ്രശ്നം ഒഴിവാകും, കുടുംബജീവിതത്തിലെ പ്രശ്നം. അപ്പൊ പ്രാക്ടീസിങ് ദ പ്രസൻസ് ഓഫ് ദൈവം കർത്താവിന്റെ അടുത്തുണ്ട്. അപ്പൊ എല്ലാ ദിവസവും തുടക്കത്തില് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയില് പ്രാർത്ഥനവാദി ഇതാണ്. അത് ചില വാദ്യങ്ങൾ വേറെ ഇതാണ്, ഇതിനോട് ചേർത്ത് പറയാമെങ്കിൽ ഒരു വാദ്യം ഇതാണ്, ദൈവം ഇന്ന് നീ അടുത്തുണ്ട് എന്നുള്ളത് സെൻസ് ചെയ്ത് ജീവിക്കാൻ സഹായിക്കും. അപ്പൊ ഇന്നൊരു VBS കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു 50% ഒക്കെ. പക്ഷെ ചിലപ്പോൾ കരക്കുകളും അതൊക്കെ വരുമ്പോ ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ സാറില്ല, നമ്മള് നീതിമാൻ 7 പ്രാവശ്യം കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നതാണല്ലോ. നമ്മൾ വീണ്ടും ദൈവഭാഗ്യം നമ്മുടെ ഉള്ള അവസ്ഥ മറച്ചു വെക്കാതെ സമ്മതിക്കാം. ദൈവം എനിക്ക് പറ്റിയില്ല, ദൈവം ക്ഷമിക്കും, ദൈവം വീണ്ടും കൃപ തരും. ഇന്നലെ 24 നാളെ 25 24 20 പോകാതെ 10 0 പോകാതെ അത് ഉയരാനായിട്ട് ശ്രമിക്കാം.
അപ്പൊ അങ്ങനെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം നമ്മൾ പാടുന്നത് നുണയല്ലാതെ സത്യമായിട്ട് ആനന്ദകരമാണ്, സൗഭാഗ്യകരമാണ് എന്ന് ശരിക്ക് പാപം ചെയ്യാതെ പാടാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് എന്റെയും അനുഭവം തന്നെയാണ്. അപ്പോ ഇത്രയും പറഞ്ഞാൽ നിർത്താണ്. ഈ ഒരു 3 പാഠം കൂടി ഈ 2 വാക്യത്തിലുണ്ട്. അത് അടുത്ത ആഴ്ച പറഞ്ഞ് തുടർന്നുള്ള പാഠങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ആഴ്ചയിൽ നാം ജീവിക്കുമ്പോൾ സത്യവിശ്വാസം മുറുകെ പിടിക്കണം, വിശ്വസ്തയോടെ അങ്ങനെ നിൽക്കുന്നവർ സുരക്ഷിതരാണ്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമുക്ക് നല്ലൊരു യജമാനനുണ്ട്. 2, നാം വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കപ്പെട്ട കർത്താവ് അവന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അവൻ എപ്പോഴും അടുത്തുണ്ടെന്ന് സെൻസ് ചെയ്ത് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചാൽ നമ്മുടെ ലൈഫ് വളരെ യൂസ്ഫുൾ ഫ്രൂട്ട്ഫുൾ ആകും. അതായത് അതിന് പറഞ്ഞതിന്റെയും നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുന്നതാണ്.